അതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും, അതങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒന്നല്ലെങ്കിൽ ബെഡ് ചെയ്യണില്ലാന്നുണ്ടെങ്കിൽ ചെറുതുണ്ടാകുമ്പോൾ പൊട്ടിച്ചിട്ടാൽ മതി. അല്ല, ഇതിലിപ്പോ നമുക്ക് എത്ര സമയം നമ്മൾ നുള്ളി കളഞ്ഞിരിപ്പോ തെയ്യപ്പോ ഇതേമാതിരത്തെ തെയ്യകൾ നമ്മൾ വെച്ചാല് 6 മാസം വരെ, അടുത്ത ജൂൺ മാസം വരെ അത് വെട്ടിക്കളി നുള്ളിക്കളി, അന്നത്തെ കൊളിപ്പുറിയെ നുള്ളിക്കളി, അതേമാതിരി ഇതിന്റെ തിരികൾ നുള്ളിക്കളയാം, തിരികൾ നുള്ളിക്കളയണം, കൊളിബ്രി നുള്ളിക്കളയണം. എന്നിട്ടാണ് പിന്നെ അടുത്ത ഇനിയിപ്പോ ഇപ്പൊ നമ്മൾ ഈ പൊന്തി ഈ കൊളിബ്രി ഉണ്ടല്ലോ, ഈ സാധനം ഇപ്പൊ നമ്മൾ മുറിച്ച് ഒഴിവാക്കണെങ്കിൽ സിരിമൻ തന്നെ ഒരു കൊമ്പെടുത്ത് കാണിച്ച് ബഡ് ചെയ്തൂടെ? കൊളിബ്രത്തിന്റെ കൊമ്പ് വെട്ട് ചെയ്യാം. അല്ല, കൊളിബ്രി അപ്പൊ മുറിച്ച് ഒഴിവാക്കൂലേ? പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ചെറിയ കൊണ്ട വെക്കുമ്പോ ഇത്ര ഒന്നും വലുതാത്തിന്റെ ഇടക്കന്നെ നമ്മൾ കൊളിബ്രം കളയലോ. ഇത്ര ആ പൊടിച്ചു വരുമ്പോ ഏകദേശം ഇങ്ങനെ ഇത്ര വരുമ്പോ തന്നെ നമ്മൾ കളയണം. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോ ഇതേമാതിരി സ്റ്റേജിൽ എത്തുമ്പോ തന്നെ നമ്മൾ കളയണം, കൊളിബ്രി കളയണം. മറ്റേത് അയിമക്കം വളർച്ച നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഒരു ഇതും ആവണ്ട. ഈ ഒരു സ്റ്റേജ് ഇങ്ങനെയല്ല ഇപ്പൊ വരുന്നത്. ഈ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ അടത്തി കളയണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം അത്രയും ഓല എടുക്കല്ലേ. 6 മാസം അങ്ങനെ കളയാ. അതേമാതിരി ഇതിന് വരുന്ന ഇതേപോലെ തിരികൾ വരില്ല. ഈ തിരികളൊക്കെ വരുമ്പോ ഇതേമാതിരി തിരി വരുമ്പോ തന്നെ കളയാ. അങ്ങനെ കളയുമ്പോ ചെടി കൂടുതൽ. ഏകദേശം ഈ തീരെ നമുക്ക് എത്ര ഒരു 3 മാസം തുണി കളയേണ്ടി വരുമോ? ശരിക്കും 6 മാസം കളയാന്നാ പറയാം. ശരിക്കും 6 മാസം. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെടി അത്രക്ക് വലുതായാൽ മതി. കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുമ്പോൾ 6 മാസം കളയാം. 6 മാസം കളയണം. പിന്നെ കുറച്ച് വീട്ടാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇപ്പൊ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. 6 മാസം ആകുമ്പോൾ കളയാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് ചെടി വലുതാവില്ല. ചെടി വലുതാവില്ല. നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ആ കുരു ഉണ്ടാവാനും മൂപ്പാവാനും പൂപ്പാവാനും ചെടി എടുക്കും. നേരം പക്ഷേ നുള്ളി കളഞ്ഞാൽ അത് അപ്പൊ എന്താവും, ചെടി അടുത്ത് ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ചെടി വീണ്ടും വലുതാവും. അങ്ങനെ വലുതായി വരുമ്പോൾ ഒരു കൂടുതൽ പോർഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അടുത്ത ജൂണിലെ മഴക്കാലൊക്കെ വരുമ്പോൾ എല്ലാത്തിനും ഒരു 10 അല്ലെങ്കിൽ 20 തോക്ക ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ നമുക്കൊരു അസറ്റായിട്ട് വരുമ്പോൾ മറ്റു 1-2 ആക്കാൻ പോലെ. പിന്നെ കാലങ്ങളൊക്കെ വേണേ ഉണ്ടാവും, പക്ഷെ അങ്ങനെ സമയം എടുക്കും. അപ്പൊ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നുള്ളി കളഞ്ഞിട്ട് ആദ്യം ഒരു 6 മാസം ചെടിനെ നല്ല വലുതാക്കിയിട്ട് പിന്നെ നല്ല കുറച്ച് പൊട്ടാഷ്യം അങ്ങനെ ഗ്രോത്ത് ആക്കി കൊടുത്താൽ പിന്നെ ഉണ്ടാകുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടായിക്കോളും. അങ്ങനെയൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മള് അടുത്ത കൊളിപുരം ഇട്ടിട്ട് പിന്നെ മണ്ണൊന്നും വരും. കൊളിപുരം മണ്ണ് അതായത് ഇതിന്റെ അടിഭാഗത്തുനിന്ന്, അതായത് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് കൊളിപുരി ഉണ്ടാവും. അവിടുന്ന് ഇതേമാതിരി വരുമ്പോ അതിന് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇതിന് സെപ്പറേറ്റ് പേരുണ്ടാവും, ഇതിന് സെപ്പറേറ്റ് പേരുണ്ടാവും. അപ്പൊ നമുക്ക് അതിന് എളുപ്പം ചെയ്യാം. ഇതിന്മേലാകുമ്പോ സെപ്പറേറ്റ് ഇല്ല. ഇതിമേ രണ്ടിനും ഒരേ പേരല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ വളം കൊടുത്ത് മറ്റേതാകുമ്പോ കുറച്ച് കൂടുതൽ വളം കൊടുത്താൽ രണ്ടും വളം എടുത്തോളൂ. അതാണ് അതിന്റെ കാര്യം.